വ്യാജരേഖകൾ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിലായി. എറണാകുളം പള്ളിക്കരയിലെ സ്റ്റുഡിയോയും ഫോട്ടോസ്റ്റാറ്റ് കടയും കേന്ദ്രമാക്കിയായിരുന്നു തട്ടിപ്പ്. സംഘത്തിലെ പ്രധാന കണ്ണിയായ കാസർഗോഡ് സ്വദേശി നജീബിനായി അന്വേഷണം തുടരുകയാണ്. അവയവദാന തട്ടിപ്പിനായി വ്യാജമായി രേഖകൾ ഉണ്ടാക്കിയെന്നും ഇതിനു പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നതായുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി വൈകും വരെ റെയ്ഡ് നടത്തിയത്. പള്ളിക്കരയിലെ ഫോട്ടോസ്റ്റാറ്റ് കടയിലും സ്റ്റുഡിയോയിലും നടത്തിയ റെയ്ഡിൽ നിരവധി വ്യാജരേഖകൾ പിടിച്ചെടുത്തു. ഫോട്ടോസ്റ്റാറ്റ് കടയുടെ നടത്തിപ്പുകാരനായ സണ്ണി, ഭാര്യ സിനി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MP-മാരുടെയും MLA-മാരുടെയും കൊച്ചിയിലെ പ്രമുഖ ഡോക്ടർമാരുടെയും പേരിലുള്ള വ്യാജ ലെറ്റർ പാഡുകളും സീലുകളും പോലീസ് പിടിച്ചെടുത്തു. അവയവ മാഫിയ സംഘത്തിലെ കണ്ണിയായ കാസർഗോഡ് സ്വദേശി നജീബിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നജീബിന്റെ ഉടമസ്ഥതയിൽ പള്ളിക്കരയിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയിലാണ് വ്യാജരേഖകൾ തയ്യാറാക്കിയിരുന്നത്. ഇത് സണ്ണിയുടെ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് അയച്ചു കൊടുത്ത് പ്രിന്റ് എടുക്കുകയായിരുന്നു പതിവ്. പള്ളിക്കരയിലെ വാടക വീട്ടിലും അമ്പലമേട്ടിലെ ഫ്ളാറ്റിലും നജീബിനായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. മറ്റ് 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ പണം വാഗ്ദാനം ചെയ്താണ് സംഘം അവയവദാനത്തിനായി അനുമതി വാങ്ങിയിരുന്നത്. കൊച്ചി നഗരത്തിലെ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട രേഖകളും അവയവദാതാക്കളുടെയും സ്വീകരിച്ചവരുടെയും വിവരങ്ങളടങ്ങിയ രേഖകളും പോലീസ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ തീരമേഖലയിൽ നിന്നുള്ള നിരവധി പേർ സംഘത്തിന്റെ വലയിലായിട്ടുണ്ടെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.